ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ലെറ്റ് ഗോ എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും നമ്മുടെ കൗണ്ടർ പാർട്ടിനെ എങ്ങനെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുമെന്നും മനസ്സിലാക്കാം. ഈ ജേർണിയിൽ ലെറ്റ് ഗോ എന്ന് പറഞ്ഞാൽ പലരും തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ കൗണ്ടർ പാർട്ടിനെ അല്ലെങ്കിൽ നമ്മുടെ ട്വിൻ ഫ്ലെയിമിനെ അല്ലെങ്കിൽ നമ്മുടെ മസ്കുലൈൻ എനർജി അല്ലെങ്കിൽ നമ്മുടെ ഫെമിനൈൻ എനർജീനെ മറന്നു പോകാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതായത് മറക്കാൻ ശ്രമിക്കും. ഇത് നമ്മൾക്ക് കൂടുതൽ പെയിനേ തരത്തുള്ളൂ, കൂടുതൽ വേദനയെ തരത്തുള്ളൂ. കാരണം ഒരാത്മാവാണ് രണ്ട് ശരീരങ്ങളിൽ. അപ്പോൾ നമ്മൾ ഈ ജേർണിയിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ടുള്ള ഒരു സ്പിരിച്വൽ ജേർണിയാണ് ട്വിൻ ഫ്ലെയിം ജേർണി. ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും നമ്മളുടെ കൗണ്ടർ പാർട്ടിനെ മറക്കാൻ പറ്റില്ല. കാരണം സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വന്നു എങ്കിൽ ഈ ജേർണി എന്ന് പറഞ്ഞാൽ പല ജന്മങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജേർണി ആയിരിക്കാം. അപ്പോൾ അവേക്കനിങ്ങിലേക്ക് വന്നിട്ട് ഈ ജേർണിയാണ് ഇവർ ഞങ്ങളുടെ ട്വിന്നാണ് അല്ലെങ്കിൽ കൗണ്ടർ പാർട്ട് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് വരുന്നത് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പർപ്പസ് കാണും ട്വിൻ ഫ്ലെയിംസിന്. അതിലേക്ക് എത്താനായിട്ടാണ് ഇത്രയും പെയിൻഫുള്ളായിട്ടുള്ള ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ പർപ്പസിനെ കംപ്ലീറ്റ് ചെയ്യുന്നോടം വരെ നമ്മൾക്ക് ഈ ജേർണീനെ കംപ്ലീറ്റ് ചെയ്യുക എന്നത് മാത്രമേ നമ്മൾക്ക് വഴിയുള്ളൂ. അല്ലാതെ നമ്മൾക്ക് നമ്മളുടെ കൗണ്ടർ പാർട്ടിനെ മറന്നിട്ട് നമ്മളുടെ ഫ്രീ വില്ല് ഉപയോഗിച്ച് നമ്മൾക്ക് ഈ ജേർണിയിൽ നിന്നും വെളിയിൽ വരാൻ, അതായത് ജേർണിയെ ക്വിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലെറ്റ് ഗോ എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടേം ആയിരിക്കണം. ഈ ജേർണിയിൽ എപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. ഇവിടെ ഈ ജേർണിയിൽ ലെറ്റ് ഗോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പേടികളെ ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ്. പേടികളെന്ന് പറഞ്ഞാൽ ആദ്യം അവേക്കൻ ആവുന്ന ട്വിൻ അല്ലെങ്കിൽ ഫെമിനൈൻ എനർജിക്കുള്ള ഏറ്റവും വലിയ പേടിയായിരിക്കും നമ്മളുടെ കൗണ്ടർ പാർട്ട് നമ്മളെ മറന്നു പോകുമോ. കാരണം ഒരു ഫിസിക്കൽ റിലാമിൽ ഒരു സെപ്പറേഷൻ വരുന്നുണ്ട്. എല്ലാ ട്വിൻ ഫ്ലെയിംസിനും ആ സെപ്പറേഷൻ വരുന്നതാണ്. അത് മാരീഡ് ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിലും അല്ലെങ്കിലും സെലിബ്രിറ്റി ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിലും ഏതൊരു ടാഗ് ലൈനിൽ 3D ടാഗ് ലൈനിൽ നിൽക്കുന്ന ഏതൊരു ട്വിൻ ഫ്ലെയിമിനും ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് വരുന്നതാണ് ഫിസിക്കൽ വേൾഡിൽ. എന്നാൽ എനർജറ്റിക്കലി അവരൊരിക്കലും സെപ്പറേറ്റ് ആവുന്നില്ല. അപ്പോൾ ഈ കൺമുന്നിലുള്ള ഈ സെപ്പറേഷൻ കാണുന്ന ഉടനെ നമ്മൾക്കൊക്കെയും ഉള്ള ഏറ്റവും വലിയ പേടി എന്താണെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ മറന്നു പോകുമോ അല്ലെങ്കിൽ വരാതിരിക്കുമോ എന്നൊക്കെ ഉള്ളതാണ്. ആദ്യം ഈ പേടിയെ ഫേസ് ചെയ്യുക. കാരണം ട്വിൻ ഫ്ലെയിംസിന് ഒരിക്കലും ഇനി ഒരാളെ മറക്കാൻ പറ്റില്ല. നമ്മളെങ്ങനെയാണോ അവരെക്കുറിച്ച് ആലോചിക്കുന്നത് അവരും അങ്ങനെ തന്നെ നമ്മളെക്കുറിച്ച് 24/7 ആലോചിക്കാറുണ്ട്. അപ്പോൾ അവർ ഇനിയൊരു സോളിൻ്റെ കൂടെയാണ്, അവർ ഹാപ്പിയാണ്, ഫോട്ടോസ് ഇടുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് ഈ പേടി പിന്നെയും നമ്മളുടെ പേടിയെ ട്രിഗർ ചെയ്യാനായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ മുമ്പിലേക്ക് വരുന്നത്. അത് മനസ്സിലാക്കിയിട്ട് ആദ്യം ആ പേടിയെ ലെറ്റ് ഗോ ചെയ്യുക. നമ്മളും നമ്മളുടെ ട്വിന്നും ഒന്നാണെന്ന് മനസ്സിലാക്കുക. ഒരേ ആത്മാവാണ്. നമ്മളുടെ ആത്മാവ് നമ്മളെ വിട്ടിട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു പേടിയെ ലെറ്റ് ഗോ ചെയ്യുക ആദ്യം. രണ്ടാമത്തെ കാര്യം വന്നിട്ട് നമ്മളുടെ ഉള്ളിൽ ഉള്ള ജലസി, നമ്മളുടെ ട്വിൻ ഫ്ലെയിം തന്ന ട്രിഗേഴ്സ് ഇഷ്ടംപോലെ കാണും. കാരണം അവർ നമ്മളുടെ അൾട്ടിമേറ്റ് ഗുരുവാണ്. ആദ്യം ലാസ്റ്റിലാണ് അൾട്ടിമേറ്റ് ലവറായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഇനിഷ്യലായിട്ട് അവർ നമ്മളുടെ മിറർ സോൾ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പെയിൻഫുള്ളായിട്ടുള്ള ട്രിഗേഴ്സ് വരുന്നത് നമ്മളുടെ ട്വിന്നിൽ നിന്നുമാണ്. അതിനെ ലെറ്റ് ഗോ ചെയ്യുക. നമ്മൾക്ക് വാല്യൂ തരാത്തതിനെ ലെറ്റ് ഗോ ചെയ്യുക. നമ്മൾക്ക് തന്ന ഡിസ്റെസ്പെക്റ്റ്, നമ്മൾക്കൊരു ബഹുമാനം തരാതെ പലപ്പോഴും നമ്മളെ ഒരു ഓപ്ഷനാക്കി വെച്ചു എന്നൊക്കെയുള്ള ഒരു വേയിലൊക്കെ പല കണക്ഷൻസും പോവാറുണ്ട്. അതിലൂടെ വരുന്ന ഹേർട്ട്, അതിലൂടെ ഒരു ഡിപ്പെൻഡൻസി നമ്മൾ കാണിക്കാറുണ്ട് എല്ലായ്പ്പോഴും. നമ്മളുടെ ട്വിൻ വന്നു കഴിഞ്ഞാലേ നമ്മളുടെ ലൈഫ് ശരിയാവുള്ളൂ എന്നുള്ളതൊക്കെ. അത് ആക്ച്വലി ഈ ജേർണിയിൽ നമ്മളുടെ ട്വിൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ
എല്ലാ തരത്തിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ പ്രാപ്തിയുള്ള നമ്മളെ അതിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് മസ്കുലൈൻ എനർജിയുടെ ടാസ്ക്, അല്ലെങ്കിൽ റണ്ണർ ട്വിന്നിൻ്റെ ടാസ്ക്. അപ്പോൾ അവർ 100% അത് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് നോക്കി എവിടെയൊക്കെയാണ് നമ്മളെ ഹീൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി ഹീൽ ചെയ്തുകൊണ്ട് നമ്മുടെ ബെസ്റ്റ് വെർഷനിലേക്ക് എത്താം. അതേപോലെ തന്നെ നമ്മളുടെ നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ കാണും. ഈ സമയത്ത് എങ്ങനെയാണ്, എവിടെയാണ്, എന്ത് ചെയ്യായിരിക്കും, ഹാപ്പി ആയിരിക്കും, നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നു, ഇന്നർ വർക്കൊക്കെ ചെയ്ത് ഒറ്റയ്ക്ക്. കാരണം കൂടുതലും ഫെമിനൈൻ എനർജി ഒരു ഐസൊലേഷൻ പീരീഡിലേക്ക് വരും. ഈ ഒരു ജേർണിയിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ അവരുടെ ചുറ്റുമുള്ളവരൊക്കെ ഓട്ടോമാറ്റിക്കലി അവരുടെ ലൈഫിൽ നിന്നും പോകും. ശരിക്കും ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു സമയത്തായിരിക്കും നമുക്ക് പലപ്പോഴും അവരുടെ നല്ല ഹാപ്പി ആയിട്ടുള്ള ഫോട്ടോസൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോഴൊക്കെ നമ്മൾ ആ നെഗറ്റീവ് തിങ്കിങ് പാറ്റേണിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ വരുമ്പോൾ മനസ്സിലാക്കുക, നമ്മളുടെ ആത്മാവ് നമ്മളുടെ കൂടെ തന്നെയുണ്ട്. ഈ ജേർണി തന്നിരിക്കുന്നത് നമ്മൾക്ക് മോക്ഷത്തിലേക്ക് എത്താനാണ്. അതായത് നമ്മളുടെ ഉള്ളിലുള്ള ദൈവത്തിനെ കണ്ടെത്താനുള്ള ജേർണിയാണ്. സോ നമ്മളുടെ കോൺസെൻട്രേഷൻ എപ്പോഴും വേണ്ടത് ഡിവൈനിലാണ്. നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളുടെ പർപ്പസിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഈ ജേർണിയുടെ ഒരു പർപ്പസ് തന്നെ. ആൻഡ് ട്വിൻ ഫ്ലെയിമുമായിട്ടുള്ള പർപ്പസ് എന്ന് പറഞ്ഞാൽ വൺസ് നമ്മൾ അവേക്കൻ ആയി കഴിഞ്ഞിട്ട് മാത്രമേ അവർ അവേക്കൻ ആവാറുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് പർപ്പസിലേക്ക് വരുന്നത്. അപ്പോൾ അൺഅവേക്കൻഡ് ആയിട്ട് ഉള്ള ഒരു ട്വിൻ ഡിസ്ട്രോട്ടഡ് എനർജിയിൽ നിൽക്കുന്ന ഒരു മസ്കുലൈൻ എനർജി തരുന്ന എല്ലാ പെയിൻഫുൾ തിങ്സിനെയും നമ്മൾ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റിയിരിക്കണം. കാര്യങ്ങൾ പ്രീ ഡിസൈഡഡ് ആണ്. ഈ ഒരു ജേർണി ടോട്ടലി കൺട്രോൾ ചെയ്യുന്നത് ദൈവമാണ്, ഡിവൈനാണ്, യൂണിവേഴ്സാണ്. യൂണിവേഴ്സിൻ്റെ കൺട്രോളിലാണ് ഈ ജേർണി. ഡയറക്ഷനും യൂണിവേഴ്സിൻ്റെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. പ്രീ ഡിസൈഡഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. അതിലൊന്ന് തന്നെയാണ് ട്വിൻ ഫ്ലെയിം യൂണിയൻ എന്ന് പറയുന്നത് എന്നും മനസ്സിലാക്കുക. കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ കൺട്രോളിൽ ഇല്ലായിരിക്കാം. ഈ ഒരു നിമിഷം അതിനെ സറണ്ടർ ചെയ്തിട്ട് ഇന്നർ വർക്കിലേക്ക് വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് കുറച്ച് ടിപ്സ് പോലെ കാര്യങ്ങൾ പറഞ്ഞു തരാം. ലെറ്റ് ഗോ എന്ന് പറയുന്നത് ഇന്നൊരു ദിവസം ചെയ്തിട്ട് നാളെ തൊട്ട് ചെയ്യാതിരുന്നാൽ അത് വർക്കൗട്ട് ആവില്ല. ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ലെറ്റ് ഗോയും സറണ്ടറും ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മളിപ്പോൾ രാവിലെ നമ്മൾ പല്ല് തേക്കുകയോ കുളിക്കുകയോ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. കാരണം ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള രണ്ട് ഫേസുകളാണ്. ഇവിടെ വരെ വന്നു കഴിഞ്ഞാൽ ഫെമിനൈൻ എനർജിക്ക് അവരുടെ പാത്തിലേക്ക് കടക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യവുമാണ്. പക്ഷേ ആ ഒരു ഫേസ്, ഇവിടെ വരെ വരുന്ന ഫേസ് വളരെ ഡിഫിക്കൽട്ടുമാണ്. അപ്പോൾ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, ആദ്യത്തെ പോയിന്റ് പറയുകയാണ്, നമ്മളൊക്കെയും ഒരു അവേക്കനിങ് സ്റ്റേജ്, അതായത് ഇന്നർ വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾക്ക് കുറച്ചൊക്കെ എനർജി ബാലൻസ് ആയി കഴിയുമ്പോൾ നമ്മളുടെ കൗണ്ടർ പാർട്ട് നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരാറുണ്ട്. നമുക്ക് ഇനി നീ ഇല്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ കുറച്ചൊക്കെ എക്സ്പ്രസീവ് ആയിരിക്കും. അത്രയധികം എക്സ്പ്രസീവ് ആവാതെ കുറച്ചൊക്കെ അവരുടെ ആക്ഷൻസിലൂടെ നമുക്ക് മനസ്സിലാകും അവർ കുറച്ചൊക്കെ ഈ കണക്ഷനെ എനർജറ്റിക്കലി മനസ്സിലാക്കുന്നുവെന്ന്. 3D ലെവലിലല്ല. അപ്പോൾ ഇവിടെ ഫെമിനൈൻ എനർജിയും ടോട്ടലി ബാലൻസ്ഡ് അല്ല, ഒരു ഡിവൈൻ എനർജിയിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഫേസിൽ നമ്മൾ ആ വരുന്ന മസ്കുലൈൻ എനർജീനെ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യും. ആ ഒരു കോൾ വരാതിരിക്കോ, പിന്നെയും ഒരു മെസ്സേജ് വരാതിരിക്കോ, അല്ലെങ്കിൽ അവരുടെ ഒരു അറ്റൻഷൻ നമ്മളിൽ നിന്നും തിരിച്ചു പോകുമോ, അവർ നമ്മളെ വിട്ടിട്ട് പോകുമോ എന്നുള്ള പേടിയിൽ നമ്മളുടെ ഇന്നർ വർക്ക്, നമ്മളുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഇന്നർ വർക്കിൽ നിന്നൊക്കെ മാറി നമ്മളുടെ ട്വിൻ ഫ്ലെയിം ആവും. അപ്പോൾ ഇവിടെ പല കാര്യങ്ങളും നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കാം നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതായത് ഓവർ ഗിവിങ് ആയിരിക്കും ഇവിടെ ഒരു ഫെമിനൈൻ എനർജി. മദർലി നേച്ചർ ആയതുകൊണ്ട് തന്നെ, ആ ഒരു എംപാത്ത് ആയതുകൊണ്ട് തന്നെ ആ ഒരു വിഷമങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഓവർ ഗിവിങ് ആയിട്ട് നമ്മളുടെ എനർജി മൊത്തം അവിടെ കൊടുക്കുകയും നമ്മൾക്ക് വാല്യൂ കൊടുക്കാതിരിക്കുകയും ചെയ്യും. ഇവിടെ ശരിക്കും ഈ ഒരു പേടിയെ ഫേസ് ചെയ്ത് നമ്മളുടെ സെൽഫ് വാല്യൂവിനെ പഠിക്കാനായിട്ടാണ് നമ്മുടെ മസ്കുലൈൻ എനർജി നമ്മളെ ട്രിഗർ ചെയ്യുന്നത് ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ മിറർ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുക എന്നുള്ളതാണ്. കാരണം
അവരെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടിയിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെയും ചെയ്തു കൂട്ടുന്നത് അല്ലേ? അപ്പോൾ അവിടെ നമ്മളെ നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള കാര്യങ്ങൾ ആലോചിക്കുക. രണ്ടാമത്തെ കാര്യം, ട്വിൻ ഫ്ലെയിം ജേർണി നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു അൺകണ്ടീഷണൽ ലവ് എല്ലാവർക്കും, നമ്മളുടെ ഒരു ട്വിന്നിനോട് മാത്രമല്ല എല്ലാവരെയും ഈക്വലായിട്ട് കാണാനുള്ള ഒരു മനോഭാവം വരിക. അതായത് എല്ലാവരോടും ക്ഷമിച്ച് അത്രയും എല്ലാ ജീവജാലങ്ങളോടും എല്ലാവരോടും. സ്പെഷ്യലി ഈ ഒരു കണക്ഷനിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വരുന്നോടം വരെ സെപ്പറേഷൻ നീണ്ടുപോകും. അതായത് 2 ട്വിൻസും ടോട്ടലി അവേക്കൻഡായി ബാലൻസ്ഡ് ആയാൽ മാത്രമേ ഈ ഒരു കണക്ഷനിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വരുള്ളൂ. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ഡിസ്ട്രോട്ടഡ് എനർജിയിലിരിക്കുമ്പോൾ മസ്കുലൈൻ എനർജി എപ്പോഴും പറയുക, ഞാൻ നിനക്ക് വേണ്ടി മെസ്സേജ് അയച്ചു, ഞാൻ നിനക്ക് വേണ്ടി സമയം തന്നു, ഞാൻ നിനക്ക് വേണ്ടി കോൾ ചെയ്തു, ഞാൻ നിനക്ക് വേണ്ടി XYZ പല കാര്യങ്ങൾ പറയാറുണ്ട്. സോ എന്നാണോ ഈ നിനക്ക് വേണ്ടി എന്നുള്ളത് നമുക്ക് വേണ്ടി ആവുന്നത്, അന്ന് മാത്രമാണ് അവർ ഡിവൈൻ എനർജിയിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കുക. കാരണം ഇത് ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് ശിവശക്തി ജേർണി എന്നാണ് അറിയപ്പെടുന്നത്. ശിവൻ്റെയും പാർവതി ദേവിയുടെയും പ്രതിരൂപങ്ങളാണ്, അംശങ്ങളാണ് നമ്മൾ. അവരുടെ ഒരു പേർപ്പസുമായിട്ട് വന്നവരാണ് നമ്മളെന്നാണ് പറയപ്പെടുന്നത് അല്ലേ? അപ്പോൾ ഭഗവാന്റെയും ദേവിയുടെയും ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ഒരു കണക്ഷനിൽ ഈക്വലായിട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ് നടക്കുന്നത്. അതേപോലെ അത്രയും ഈക്വലായിട്ട് ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉള്ളപ്പോൾ മാത്രമേ നമ്മൾ ഈ കണക്ഷനെ ആക്സെപ്റ്റ് ചെയ്യാവുള്ളൂ. കാരണം അതല്ല എങ്കിൽ പിന്നെയും ട്രിഗേഴ്സ് മാത്രമേ അവിടെ വരികയുള്ളൂ, പെയിൻ മാത്രമേ വരികയുള്ളൂ. കാരണം ഇവിടെ നമ്മൾ എത്രത്തോളം നമ്മുടെ മസ്കുലൈൻ എനർജീനെ നിനക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അവരുടെ ഈഗോ അത്രയും ഹൈയുമായിരിക്കും, നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് എസ്റ്റീമും അത്രയും കുറഞ്ഞുകൊണ്ടും വരും. ഇത് 1-2 പ്രാവശ്യം അല്ലെങ്കിൽ 3 മാസം 6 മാസം 1 വർഷം ഇതൊന്നും വലിയ ഡിഫറൻസ് ഒന്നും നമുക്ക് തോന്നില്ല. കാരണം നമ്മളിലെ ഈ സൊസൈറ്റിയിൽ നിന്നും നമ്മൾ പഠിക്കുന്ന കുറേ പാറ്റേൺസ് ഉണ്ടല്ലേ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ടോട്ടലി ബാലൻസ്ഡ് അല്ലാത്തത് കൊണ്ടും നമ്മൾ ആ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ ജേർണി നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റിന് വേണ്ടി ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് നമ്മളുടെ ബെസ്റ്റ് വെർഷനിൽ വരാനാണ്. അപ്പോൾ പിന്നെയും എവിടെയോ അതൊരു അൺഹീൽഡ് പാർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ട്രാമയായിട്ട് നമ്മളിൽ വരുന്നതാണ്. നമ്മൾ ഒരു പക്ഷേ ആ ഒരു ബന്ധത്തിൽ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയാൽ. സോ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. എല്ലായ്പ്പോഴും നമുക്ക് എന്താണ് വേണ്ടത്, അത് ഒരു ഈഗോ ബേസ്ഡിലല്ല, തീർച്ചയായിട്ടും നമ്മളുടെ ഒരു ബീയിങ്, നമ്മളിലേക്ക് നമ്മൾ കണക്റ്റഡ് ആയിട്ടിരിക്കുക, നമ്മളുടെ അവെയർനെസ്സിലിരിക്കുക, നമ്മളുടെ കോൺഷ്യസ്നെസ്സിലിരിക്കുക, നമ്മളുടെ ആത്മാവിനോട് കണക്റ്റഡ് ആയിട്ടിരിക്കുക ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആത്മാവിനോട് കണക്റ്റഡ് ആയിട്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ നിന്നും വരുന്ന ആ ഒരു സൗണ്ട്, ആ ഒരു ശബ്ദത്തെ നമുക്ക് കേൾക്കാൻ പറ്റും. ആ ഒരു ഇന്നർ വോയിസിന് എന്താണോ വേണ്ടത് അതിന് ഏറ്റവും ആദ്യം പ്രയോറിറ്റി കൊടുക്കാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് നമ്മളുടെ കൗണ്ടർ പാർട്ട് അല്ലെങ്കിൽ നമ്മുടെ മസ്കുലൈൻ എനർജിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫെമിനൈൻ എനർജിക്ക് ഫ്രീഡം കൊടുക്കുക. ഫ്രീഡം എന്ന് പറഞ്ഞാൽ അവരെ കൺട്രോൾ ചെയ്യാതിരിക്കുക. കാരണം അവർക്ക് കുറേ വാല്യൂസ് കാണും. കുഞ്ഞിലെ തൊട്ട് സിമിലറായിട്ടുള്ള ഒരു ലൈഫിലൂടെ ആയിരിക്കാം കടന്നു വന്നിരിക്കുന്ന ട്വിൻസ് 2 പേരും. എന്നാലും അവരുടെ ഒരു ചിന്താഗതി മേ ബി സിമിലർ അല്ലായിരിക്കാം, അവരുടെ ചോയ്സസ് സിമിലർ അല്ലായിരിക്കാം. ഈ ചോയ്സുകളെയൊക്കെ നമ്മളും റെസ്പെക്റ്റ് ചെയ്യുക. മേ ബി അവർ കല്യാണം കഴിക്കാൻ പോകുന്നുവെന്ന് നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ അത്രയും നാൾ നിന്ന് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ട് പെട്ടെന്ന് മേ ബി അവരുടെ ആ ഒരു റിലേഷൻ, അവരുടെ ആ ഒരു കറണ്ട് അത് സൊസൈറ്റിയുടെ മുമ്പിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പോകുമ്പോൾ മേ ബി നമ്മളവിടെ ഭയങ്കരമായിട്ട് കാര്യങ്ങളെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാതെ പെയിനിലേക്ക് പോകാറുണ്ട്. ശരിക്കും ഒരു സോൾ ഷോക്ക് പിന്നെയും അവിടെ. ആ സോൾ ഷോക്കിൽ നിന്നും എത്രയും പെട്ടെന്ന് കരകയറാൻ ശ്രമിക്കുക. കാരണം മനസ്സിലാക്കുക, ഈ അനുഭവങ്ങളിലൂടെയാണ് അവർ അങ്ങനെയൊരു
ചോയ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഡിവൈൻ്റെ കയ്യൊപ്പില്ലാതെ, ദൈവത്തിൻ്റെ കയ്യൊപ്പില്ലാതെ അങ്ങനെ ഒരു തീരുമാനം ഒരിക്കലും അവർക്ക് എടുക്കാൻ പറ്റില്ല. ഈ അനുഭവങ്ങളാണ് അവർക്ക് നമ്മളുടെ വാല്യൂ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സോ എനർജറ്റിക്കലി പോലും നമ്മളവിടെ അവരുടെ തീരുമാനങ്ങളിൽ കൈ കടത്താതിരിക്കുക, എല്ലാ തരത്തിലുള്ള ബ്ലെസ്സിങ്സും കൊടുക്കുക. നമ്മളുടെ എനർജി പിൻവലിച്ചിട്ട് നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മളുടെ ഉള്ളിലെ മസ്കുലൈൻ എനർജിയും ഫെമിനൈൻ എനർജിയും ഈക്വലി ബാലൻസ് ആവാത്തിടത്തോളം കാലം നമ്മളുടെ കൗണ്ടർ പാർട്ടിനെ ചേസ് ചെയ്യും. അത് സത്യമായ കാര്യമാണ്. അതെത്ര നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചാലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചേസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും എനർജറ്റിക്കലി പോലും നമ്മൾ ആ പെയിനിൽ ചേസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരു പേപ്പറും പേനയും എടുക്കുക. ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. പേപ്പറും പേനയിൽ എടുത്തിട്ട് നമ്മളുടെ കൗണ്ടർ പാർട്ടിൻ്റെ പേരെഴുതുക. എന്നിട്ട് അതിൻ്റെ അടുത്ത് ആരോ മാർക്ക് ഇട്ടിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പേരെഴുതുക. ഫോർ എക്സാമ്പിൾ, എൻ്റെ ട്വിൻ ഫ്ലെയിമിൻ്റെ പേര് രാജേഷ് എന്നാണെങ്കിൽ രാജേഷ് എന്ന് എഴുതിയിട്ട് ആരോ മാർക്ക് ഇട്ടിട്ട് ഞാൻ ഓം നമ ശിവായ എഴുതുന്നു. അങ്ങനെ ആ പേര് എഴുതി താഴേക്ക് വരുമ്പോൾ കുറച്ചിങ്ങോട്ട് മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ ഈ രാജേഷ് എന്നുള്ള പേരിനെ മാറ്റിയിട്ട് ഓം നമ ശിവായ മാത്രം, ഓം നമ ശിവായ എഴുതണമെന്നല്ല പറയുന്നത്. ഓരോ ആൾക്കാർക്കും ഇഷ്ടദൈവങ്ങളുണ്ട്, ഇഷ്ടമുള്ള മന്ത്രങ്ങളുണ്ട്. ഏതാണോ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്, നമുക്ക് ഹീലിംഗ് തരുന്നത്, ആ ഒരു മന്ത്രം എഴുതിക്കൊണ്ട് ഇങ്ങോട്ട് മുമ്പോട്ട് വരുമ്പോൾ നമ്മൾക്ക് ഇടയ്ക്ക് വെച്ച് എവിടെയോ നമ്മുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ പേര് നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ മന്ത്രം തന്നെ എഴുതാൻ തുടങ്ങും. ഇത് ചെയ്ത് വരുമ്പോൾ നമുക്കത് നല്ലൊരു ശീലമാവുകയും നമ്മൾക്ക് ഒത്തിരി ഹീലിംഗ് തരുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒത്തിരി ചേസിങ് എനർജി വരുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ പെട്ടെന്ന് നമുക്ക് ഈ പെയിൻ മാറില്ല. എന്നാൽ കുറച്ചൊക്കെ ബാലൻസ് ആയവർക്ക് പെട്ടെന്ന് മാറുകയും ചെയ്യും. അപ്പോൾ സ്റ്റിൽ ആ പെയിൻ വരുന്നുണ്ടെങ്കിൽ ആ എഴുതുന്ന മന്ത്രമില്ലേ, ആ ഒരു ഭഗവാനെ അവിടെ ഇൻവൈറ്റ് ചെയ്യാമെന്നാണ്. നമ്മളിപ്പം ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ശിവഭഗവാനെയാണ്. ഭഗവാനോട്, മഹാദേവരോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. മഹാദേവരെ ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുക്കുന്നിവിടെ ഈ ഒരു കാര്യത്തെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട്. ഇതിന് ദയവ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യുക. ഞാൻ ഇതിനെ സറണ്ടർ ചെയ്യുന്നു. സ്റ്റിൽ ആ പെയിൻ വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ. കാരണം അവിടെ എനർജി പോകുമെന്നുള്ള പേടി വേണ്ട. നമ്മൾ ഓൾറെഡി ഈ കാര്യത്തെ ദൈവത്തിൽ സറണ്ടർ ചെയ്തു അല്ലേ. അടുത്തതായിട്ട് ലെറ്റ് ഗോ ചെയ്യുന്നു എന്ന് വിചാരിച്ച് നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്യുമോ, പല കാര്യങ്ങൾ, നമ്പർ ഡിലീറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഇതൊക്കെ ചെയ്യുമ്പോഴും പിന്നെയും നമ്മൾ എവിടെയോ ഡിസ്റ്റർബ് ആവാറുണ്ട്. അങ്ങനെ ആ ഒരു നമ്മുടെ കോണ്ടാക്റ്റിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ ജേർണിയിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം. അപ്പോൾ അതൊന്നും വർക്കൗട്ട് ആവില്ല. നിങ്ങൾക്കൊരു പക്ഷേ അവരുടെ DP ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിലും ഇടയ്ക്ക്, കാരണം എനർജി പോകുമെന്ന് പറഞ്ഞ് നമ്മൾ ഈ ജേർണിയിൽ DPയോ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സോ ഒന്നും ചെക്ക് ചെയ്യരുതെന്ന് പറയാറുണ്ടല്ലേ. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ അങ്ങനെ നിങ്ങൾക്ക് പെയിൻ വരുന്നുണ്ടെങ്കിൽ, മേ ബി അവരുടെ സ്പൗസുമായിട്ടുള്ള ഫോട്ടോസാണ്, ആ ഒരു അവരുടെ DP ഒക്കെ കാണുമ്പോൾ നമുക്ക് പെയിൻ വരുന്നുണ്ടെങ്കിൽ പിന്നെയും നോക്കുക. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നോക്കിയിട്ട് ആ വരുന്ന പെയിനുകൾ നിങ്ങൾ എഴുതി വെക്കുക. എഴുതിയിട്ട് അതിനെയൊക്കെയും ഹീൽ ചെയ്യുക. കാരണം ഈ വരുന്ന കാര്യങ്ങളൊക്കെയും നമ്മളുടെ ഉള്ളിലെ നെഗറ്റിവിറ്റിയാണ്, അവരായിട്ട് തരുന്ന ഒരു പെയിൻ അല്ലത് അല്ലേ. അപ്പം അതിനെയൊക്കെ ഹീൽ ചെയ്യാനായിട്ട് അവരൊക്കെയും ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഏറ്റവും ലാസ്റ്റായിട്ട് പിന്നെയും പറയേണ്ട ഒരു കാര്യമെന്ന് വിചാരിക്കുന്നത്, നമ്മളുടെ കൗണ്ടർ പാർട്ട് നമ്മളോട് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുക. കാരണം ഈ ജേർണിയിൽ നമ്മൾ എല്ലാവർക്കും മാപ്പ് കൊടുക്കും. എന്നാൽ നമ്മളുടെ കൗണ്ടർ പാർട്ട് നമ്മളോട് ചെയ്ത കാര്യങ്ങൾക്ക് നമ്മൾക്ക് മാപ്പ് കൊടുക്കാൻ ഒത്തിരി സമയം വേണം. അല്ലെങ്കിൽ മാപ്പ് കൊടുക്കാൻ പറ്റില്ല എന്ന് വരുന്ന പല സിറ്റുവേഷൻസും നമുക്ക് വരാറുണ്ട് ഇന്നർ വർക്കൊക്കെ ചെയ്യുമ്പോഴും. എന്നാൽ മനസ്സിലാക്കുക, മാപ്പ് കൊടുത്തില്ലെങ്കിൽ അതായിരിക്കും നമ്മളുടെ ജേർണിയിലെ ഏറ്റവും വലിയ ബ്ലോക്ക്. ഈ ജേർണി എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവിൻ്റെയാണ്. അപ്പോൾ അവർ നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്, അതായത് അവർ നമ്മളുടെ എക്സാക്റ്റ് മിറർ ആയതുകൊണ്ട് തന്നെ ഡിവൈൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്കിൽ നമ്മളെ ട്രിഗർ ചെയ്ത് നമ്മളുടെ ആ ഒരു അൺഹീൽഡ് പാർട്ട് കാണിച്ചു തരിക എന്നുള്ളത് അവരുടെ ടാസ്ക് ആയതുകൊണ്ട് അവരതൊക്കെ ചെയ്തു എന്ന് മാത്രം മനസ്സിലാക്കുക. ഈ ജേർണി എന്ന് പറയുന്നത് നമ്മളുടെ കൗണ്ടർ പാർട്ട് അല്ല കൺട്രോൾ ചെയ്യുന്നത്,
ദൈവമാണ്. അത് മനസ്സിലാക്കി അവർക്ക് മാപ്പ് കൊടുക്കുക. മാപ്പ് കൊടുക്കുക എന്ന് വെച്ചാൽ അടുത്ത നിമിഷം നമ്മൾ ഫോൺ എടുത്ത് ഡയൽ ചെയ്ത് പറയുക എന്നല്ല, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക എന്നുള്ളതല്ല. 5Dയിൽ നമ്മൾക്ക് ഹൊപ്പോനോപ്പോനോ പ്രെയർ ഒക്കെ അവരുടെ ഹയർ സെൽഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഹൊപ്പോനോപ്പോനോ പ്രെയർ ഒരു 10 ദിവസമൊക്കെ ചെയ്ത് കഴിയുമ്പം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എത്രത്തോളം മാപ്പ് കൊടുക്കാൻ പറ്റി, ഫൊർഗീവ് ചെയ്യാൻ പറ്റി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൊർഗീവ് ചെയ്യുമ്പോഴും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലെറ്റ് ഗോ ആണ് ചെയ്യുന്നത്. കാരണം ആ ഒരു നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ, ആ ഒരു പെയിനിലൂടെയുള്ള കാര്യങ്ങൾ നമ്മൾ അവരെക്കുറിച്ച് ഓർക്കുന്നുമില്ല, എനർജറ്റിക്കലി അവർക്ക് എനർജി കൊടുക്കുന്നുമില്ല. സോ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ ലെറ്റ് ഗോ ആൻഡ് സറണ്ടർ എന്ന് പറഞ്ഞാൽ ഈ ജേർണിയിൽ ഒരു പ്രോസസ്സായിട്ട് ചെയ്യേണ്ട കാര്യമാണ്, ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ്. എങ്കിൽ മാത്രമേ ഇത് നമുക്ക് എഫക്റ്റീവ് ആവാറുള്ളൂ. ലെറ്റ് ഗോ എന്ന സ്റ്റേജിലേക്ക് വന്നാൽ മാത്രമേ നമ്മൾക്ക് നമ്മളുടെ കൗണ്ടർ പാർട്ടിൻ്റെ അവേക്കനിങ് സ്റ്റാർട്ടായി എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ വീഡിയോ കുറച്ച് വലുതായി പോയെന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ല, കേട്ട് നോക്കുക. പോയിൻറ്റ്സ് ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് and stay blessed.